प्यारे बच्चे, आज हम पाठ 9 पढ़ेंगे। ये एक सुंदर कविता है। ये कविता का नाम है उलझन। उलझन मीन्स कन्फ्यूशन। छात्र प्लीज लिसन। पृष्ठ संख्या 65 देखो। तो बच्चों लुक एट पेज नंबर 65। इस तस्वीर में हम क्या है? व्हाट्स इन दिस पिक्चर हियर? हाँ, यहाँ आप एक लड़की के आसपास विभिन्न नौकरियों में लगे लोगों को देख सकते हैं। Here you can see people engaged in various jobs around a girl. लड़की के चारों ओर क्या क्या है? What's around the girl? लड़की क्यों उलझन में है? Why is the girl confused? Students please listen. यह पन्ने के नीचे 2 प्रश्न हैं। ലഡ്ക്കി കെ ചാരോ ഓർ ക്യാ ക്യാ ഹേ? പെൺകുട്ടിയുടെ ചിത്രത്തിന് ചുറ്റും എന്തൊക്കെയാണുള്ളത്? നെക്സ്റ്റ്, ലഡ്ക്കി ക്യോം ഉലച്ചൻ മെ ഹേ? വൈ ഈസ് ദ ഗേൾ കൺഫ്യൂസ്ഡ്? ഈ കുട്ടി എന്താണ് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്? കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ആശയക്കുഴപ്പം. നമുക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുക, അതായത് ഉലച്ചൻ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയും അതിന് ചുറ്റ് വ്യത്യസ്ത ജോലി ചെയ്യുന്ന ആളുകളെയും ജോലിക്കാരെയും നമുക്ക് കാണാം. അപ്പോൾ ഈ കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ ഏത് ജോബാണ് വലിയ കുട്ടിയായിട്ട് ഇവൾക്ക് ഏത് ജോബാണ് എടുക്കേണ്ടത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനാണ്. അതാണ് ഈ പോയത്തിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഇപ്പം വലിയ കുട്ടികളായി കഴിഞ്ഞാൽ എന്ത് ജോലി എടുക്കാമെന്ന് എല്ലാവരും ചോദിക്കുമല്ലോ. ആരാവാനാണ് ആഗ്രഹം എന്നൊക്കെ വീട്ടിൽ നിന്ന് ചോദിക്കാറില്ലേ? അതുപോലെ ഈ കൊച്ചു പെൺകുട്ടിയും അങ്ങനെ ഒരു ചോദ്യത്തിന് മുന്നിലിങ്ങനെ കൺഫ്യൂഷനായിട്ട്, അതായത് ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. ആപ്പ് ബഡേ ഹോക്കർ കോൺ ബന്ന ചാത്ത ഹേ? ഹൂം ഡു യു വാണ്ട് ടു ഗ്രോ അപ്പ് ടു ബി? നിങ്ങൾക്കൊക്കെ വലിയ കുട്ടിയായി കഴിഞ്ഞാൽ ആരാവാനാണ് ആഗ്രഹം? യഹാം ലഡ്ക്കി കെ ചാരോ ഓർ കോൺ കോൺ സി നൗകരി കാ ഉല്ലേഖ് ഹേ? വാട്ട്സ് ജോബ്സ് ആർ മെൻഷൻഡ് അറൗണ്ട് ദ ഗേൾ ഹിയർ? ഈ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ജോലികൾ ഇവിടെ എന്തൊക്കെയാണ്? ഗോളേമേ പ്രശ്ന ചിഹ്ന ക്യോം ടാലാ ഹേ? ഗോളം മീൻസ് ഈ വൃത്തം ഓരോ ബോക്സ് സർക്കിളിലായിട്ടാണ് ഇവിടെ ഓരോ പിക്ചർ കൊടുത്തിട്ടുള്ളത്. വൈ ഡു യു പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സർക്കിൾ? അപ്പോൾ ഇതിൽ ഒരു ഗോളത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? വ്യത്യസ്ത ഗോളത്തിൽ നിന്ന് ഒന്ന് നോക്കൂ. ഫസ്റ്റ് ഗോളത്തിൽ ഒരു ഡോക്ടറുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഒരു അധ്യാപകൻ്റെ ചിത്രം, ഒരു ടീച്ചറാണ് നിൽക്കുന്നത്, ക്ലാസ് റൂമിൻ്റെ പിക്ചറാണ്. പിന്നെ അടുത്തത് ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒരു ഓഫീസർ എന്തോ വർക്കാണ്. നെക്സ്റ്റ് സിപായി എന്ന് പറഞ്ഞാൽ സോൾജർ, ഫൗജ്, സൈന്യത്തിലൊക്കെ ചേർന്നുള്ള പട്ടാളക്കാരൻ. പിന്നെ അടുത്ത ഒന്നിലൊരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ കൺഫ്യൂഷനാണ്. ഇതിലിപ്പോൾ ആരാവണം? ഓരോരുത്തരും ഓരോ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആണ്. नेक्स्ट पेज 66 देखो. लुक एट पेज नंबर 66. पहला ये कविता सुनो. पापा कहते बनो डॉक्टर, माम कहती इंजीनियर, भैया कहते इससे अच्छा
सीखो तुम कंप्यूटर। सुनो, पापा कहते बनो डॉक्टर, माम कहती इंजीनियर, भैया कहते इससे अच्छा सीखो तुम कंप्यूटर। चाचा कहते बनो प्रोफेसर, चाची कहती अफसर, दादी कहती आगे चलकर बनना तुम्हें कलेक्टर। वंस मोर, छात्र प्लीज लिसन। पापा कहते बनो डॉक्टर, पापा सेज बी ए डॉक्टर। माम कहती इंजीनियर, मॉम सेज इंजीनियर। भैया कहते इससे अच्छा सीखो तुम कंप्यूटर, ബ്രദർ സേസ് ബെറ്റർ ദാൻ ദിസ് യു ലേൺ കമ്പ്യൂട്ടർ. എന്താ പറയുന്നത്? പാപ്പ കഹത്തെ ബനോ ഡോക്ടർ, അല്ലേ? പപ്പ സേസ് ബി എ ഡോക്ടർ. അച്ഛൻ എന്താ പറയുന്നത്? പാപ്പ മീൻസ് പപ്പ, ഡാഡ്. ഫാദർ എന്താ പറയുന്നത്? ഫാദർ കഹത്തെ ബനോ ഡോക്ടർ, ഡോക്ടർ ആവാനാണ് കുട്ടിയുടെ അടുത്ത് പറയുന്നത്. മദർ എന്താ പറയുന്നത്? മാം കഹത്തി എഞ്ചിനീയർ, മാം സേസ് എഞ്ചിനീയർ. അമ്മ പറയുന്നതോ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ആരാ പറയുന്നത്? ബ്രദർ. ഭയ്യ മീൻസ് ബ്രദർ, സഹോദരൻ. ഭയ്യ കഹത്തെ ഇസ് സേ അച്ച, അല്ലേ? ബ്രദർ സേസ് ബെറ്റർ ദാൻ ദിസ് സീക്കോ തും കമ്പ്യൂട്ടർ, യു ലേൺ കമ്പ്യൂട്ടർ. നീ എന്ത് ചെയ്തു? കമ്പ്യൂട്ടർ പഠിച്ചോളൂ. സീഖ്ന എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ള മീനിങ്. ഭയ്യ കഹത്തെ ഇസ് സേ അച്ച സീക്കോ തും കമ്പ്യൂട്ടർ. അപ്പോൾ സഹോദരന് ആഗ്രഹം കമ്പ്യൂട്ടർ പഠിക്കാനാണ്. അപ്പോൾ ഈ 4 ലൈനിൽ ടീച്ചർ ഒന്നുകൂടി പറയാം. ഫാദർ പറയുന്നത് ഡോക്ടർ ആവാനും, അമ്മ പറയുന്നത് എൻജിനീയർ ആവാനും, ഭയ്യ സഹോദരൻ പറയുന്നത് കമ്പ്യൂട്ടർ പഠിക്കാനാണ്, അല്ലേ? അപ്പോൾ അതാണ് ഈ 4 ലൈൻസിൻ്റെ മീനിങ്സ്. ടീച്ചർ ഒന്നുകൂടി പറയാം. പാപ്പ കഹത്തെ ബനോ ഡോക്ടർ, മാം കഹത്തെ इंजीनियर, भैया कहते इससे अच्छा सीखो तुम कंप्यूटर। पप्पा सेज बी ए डॉक्टर, मॉम सेज इंजीनियर, ब्रदर सेज बेटर ദാൻ ദിസ് യു ലേൺ കമ്പ്യൂട്ടർ. അപ്പം അച്ഛന് ഡോക്ടർ ആവാനും അമ്മ എൻജിനീയർ ആവാനും പറയാണ്. സഹോദരൻ ബ്രദർ പറയുന്നതാണ് അതിനേക്കാളൊക്കെ നല്ലത് നിനക്ക് കമ്പ്യൂട്ടർ പഠിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഫസ്റ്റ് 4 ലൈനിൻ്റെ മീനിങ്. നെക്സ്റ്റ് നോക്കൂ. चाचा कहते बनो प्रोफेसर, चाची कहती अफसर, दादी कहती आगे चलकर बनना तुम्हें कलेक्टर. देखो, चाचा कहते बनो प्रोफेसर, अंकल सेज बी ए प्रोफेसर. चाची कहती अफसर एंड सेज ऑफिसर. दादी कहती आगे चलकर बनना तुम्हें कलेक्टर. दादी मीन्स ग्राൻഡ്മാ. ग्राൻഡ്മാ सेज लेटर यू नीड टू बी ए कलेक्टर. അപ്പോൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ലൈൻ നോക്കൂ. ചാച്ച കഹത്തെ ബനെ പ്രൊഫസർ, അല്ലേ? അങ്കിൾ പറയുന്നത് നീ ഒരു പ്രൊഫസർ ആയിരിക്കുമെന്നാണ്. അപ്പോൾ ആൻറ്റി എന്താ പറയുന്നത്? ചാച്ചി കഹത്തി അഫ്സർ ആൻഡ് സേസ് ഓഫീസർ. ആൻറ്റി പറയുന്നത് നീ ഒരു ഓഫീസർ ആയിരിക്കോ, അല്ലേ? നെക്സ്റ്റ് ദാദി കഹത്തി ആകെ ചൽക്കർ ബന്ന തുമേ കലക്ടർ. അപ്പോൾ ദാദി മീൻസ് ഗ്രാൻഡ്മാ. ഗ്രാൻഡ്മാ എന്താ പറയുന്നത്? ഗ്രാൻഡ്മാ സേസ് ലേറ്റർ യു നീഡ് ടു ബി എ കളക്ടർ. നീ ഒരു കളക്ടർ ആയിരിക്കോ എന്ന് മുത്തശ്ശിയും പറയുന്നു. അപ്പോൾ ഇത്രയും ഈ 2 സ്റ്റാൻസയിൽ തന്നെ ഈ കുട്ടിയോട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആ കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആവും, അല്ലേ? ഏത് ജോബാണ് അല്ലെങ്കിൽ ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നല്ലേ? ടീച്ചർ അതിൻ്റെ സംക്ഷിപ്ത രൂപം ഒന്നും കൂടി പറയാം. അച്ഛന് ഡോക്ടർ ആവാനും അമ്മ എൻജിനീയർ ആവാനും പറയുന്നു കുട്ടിയുടെ അടുത്ത്. അപ്പോൾ കുട്ടിയുടെ ബ്രദർ സഹോദരൻ എന്താ പറയുന്നത്? നിനക്കതിനേക്കാളും നല്ലത് നീ കമ്പ്യൂട്ടർ പഠിച്ചോളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചാച്ച പ്രൊഫസർ ആവാനും ചാച്ചി ഓഫീസർ ആവാനും പറയുന്നുണ്ട്, അല്ലേ? ചാച്ച മീൻസ് ഇവിടെ അങ്കിളും ആൻറ്റിയാണ്. ചാച്ച ചാച്ചി അവർ പ്രൊഫസറും ഓഫീസറും ആവാൻ പറയുന്നുണ്ട്. അപ്പോൾ ദാദി എന്താ പറയുന്നത്? ദാദി ഗ്രാൻഡ്മ പറയാണ്
എന്താണ് നിനക്ക് കളക്ടർ ആവാൻ നല്ലത്, നിന്നോട് അല്ല നീ കളക്ടർ ആവുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നത്, എല്ലാവരും വ്യത്യസ്ത ജോബാണ് പറയുന്നത് അല്ലേ. കുട്ടി അതാണ് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് ഫസ്റ്റ് പേജിൽ നമ്മൾ കണ്ടില്ലേ, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പേജിൽ പേജ് നമ്പർ 65 വ്യത്യസ്ത ജോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിട്ടുണ്ട്. കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിൽ ഏത് ജോബ് ചൂസ് ചെയ്യണം എന്നുള്ളത് അറിയാണ്ട് കുട്ടി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് വീട്ടിലെ വ്യത്യസ്ത ഫാമിലി മെമ്പേഴ്സും ഇങ്ങനെ ഒരു വ്യത്യസ്ത ജോബ് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുട്ടി ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. हेलो बच्चों, ये कविता 5 बार वाचन करें. हेलो किड्स, रीड दिस पोएम 5 टाइम्स. आज का कठिन शब्द देखो, उलझन. उलझन मीन्स कॉम्प्लिकेशन. Look at today's hard words. Hard word उलझन, कॉम्प्लिकेशन. छात्र ध्यान से सुनो. Listen carefully to the student. उपस्थित को चिन्ह करने के लिए आज का कीवर्ड माम. माम मीन्स मदर. टुडेज कीवर्ड मदर टू मार्क द प्रेजेंस. आज का कक्षा यहाँ समाप्त हुई, फिर मिलेंगे. टुडेज क्लास एंडेड हियर. सी यू. धन्यवाद. थैंक यू.